മഴത്തേർ മുൻപിൽ വരാൻ പോകുന്ന വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ബാലചന്ദ്രൻ കണക്കൊക്കെ നോക്കൊണ്ടുമ്പോൾ അലീന അങ്ങോട്ട് വരികയാണ്. അപ്പം ഡോറി തട്ടപ്പം വാ മോളെ, എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, ഞാനൊരു അനുവാദം ചോദിക്കാനാണ് വന്നതെന്ന് അലീന പറയുന്നുണ്ട്. അതെനിക്ക് മനസ്സിലായി. ഒന്നീ നീ എന്തെങ്കിലും ഒരു അനുവാദം ചോദിക്കാനോ അല്ലെങ്കിൽ ചായ തരാനോ അല്ലേ ഇങ്ങോട്ട് വരുന്നത്. ഇപ്പം എന്താ കാര്യമെന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അതെ, എനിക്ക് ശരണ്യെ ഒന്ന് കാണണം. എന്താ വല്ല വിശേഷം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ. അതൊന്നും അല്ല, ഞാൻ പോകുന്ന കാര്യം അവളോട് ഫോണിൽ അറിയിച്ചായിരുന്നു. എന്നാലും നേരിട്ട് കണ്ടെന്ന് യാത്ര പറയണം. അതുകൊണ്ട് അവളെ ഒന്ന് കാണാൻ പോകണം എന്ന് ബാലചന്ദ്രനോട് അലീന പറയുന്നുണ്ട്. ഓ, എല്ലാവരുടെ അടുത്തും യാത്ര പറഞ്ഞ് പോകാനുള്ള തയ്യാറെടുപ്പല്ലേ? എങ്ങനെ പോകാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അത് രോഹിത്തിനെ വരാൻ പറ്റുമെങ്കിൽ രോഹിത്തിൻ്റെ കൂടെ പോകാം, അല്ലെങ്കിൽ ഞാൻ തന്നെ അങ്ങ് പോകുമെന്ന് പറയാണ്. അപ്പം ഞാൻ അനുവാദം തന്നില്ലെങ്കിലും നീ എൻ്റെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും അനുവാദം വാങ്ങിച്ച് പോകുമല്ലോ എന്ന് ബാലചന്ദ്രൻ ഒരു തമാശയോടെ പറയുന്നുണ്ട്. അതെച്ചാൽ ശരിയുള്ള കാര്യത്തിനല്ലേ ഞാൻ അങ്ങനെ വാശി പിടിക്കാറുള്ളൂ, അല്ലാതൊന്നും അച്ഛനോട് ഞാൻ വാശി പിടിക്കാറില്ലല്ലോ എന്ന് അലീന പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ, നീ പോയിട്ട് വാ എന്ന് പറയുന്നുണ്ട്. അന്നേരം അലീന ഒന്ന് വീണ്ടും തിരിഞ്ഞു നിന്നിട്ട് പറയണം, അച്ഛാ ശരണ്യയുടെ പഠിത്തത്തിൻ്റെ കാര്യം അത് അച്ഛൻ മറക്കല്ലേ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ രോഹിത്തിനെ അവൾ തിരിച്ചു തന്ന്, അതേപോലെ നമുക്ക് അവൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയ ഒരേ ഒരു കാര്യം ഇത് മാത്രമാണ്. അവൾക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അച്ഛൻ ചെയ്യണേ എന്ന് അലീന പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ എന്തുകൊണ്ടാണ് വിഷമിക്കേണ്ട, നീ ഇവിടുന്ന് പോയ ഉടനെ ഞാൻ അവിടെ കാര്യം മറക്കാനൊന്നും പോകുന്നില്ല. അവളുടെ എത്ര വേണമെങ്കിലും അവൾ പഠിച്ചോട്ടെ, അതിനുള്ള എല്ലാ ചിലവും ഞാൻ നോക്കിക്കോളാം. നീ എല്ലാം കൂടെ എന്നെ ഏൽപ്പിച്ചിട്ട് അങ്ങ് പോവുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അലീന പറയാണ്, അല്ലല്ല, ഞാൻ പോവുകയെന്നല്ല, ഞാൻ അവിടെ വേറൊരു വീട്ടിൽ ചെന്നൊന്ന് ശരിയാവുന്നത് വരെ മതി വെച്ചാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തോളാം എന്ന് പറയാണ്. അതൊക്കെ ശരി തന്നെ, നീ പോയിട്ട് എത്രയും പെട്ടെന്ന് വാ എന്ന് ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്. അങ്ങനെ ശരിയാ, ഞാൻ പെട്ടെന്ന് തന്നെ വരാമെന്നും പറഞ്ഞിട്ട് അലീനയും പോകുന്നുണ്ട്. ബാലചന്ദ്രന് അലീന പോയതിന് ശേഷം ഭയങ്കര വിഷമമാണ്. അലീന എല്ലായിടത്തും യാത്ര പറഞ്ഞ് പോവുകയാണെന്ന് ബാലചന്ദ്രന് മനസ്സിലാവുന്നുണ്ട്. അത് ബാലചന്ദ്രൻ അങ്ങോട്ട് താങ്ങാനും പറ്റുന്നില്ല. അതിനുശേഷം ബബിതയും കൃഷ്ണമോളൊക്കെ കോളേജിൽ സ്കൂളിലൊക്കെ പോകാനിറങ്ങിയാണ്. അപ്പം ബബിതയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടെന്നും പറഞ്ഞ് പോകാനായിട്ട് ഒരുങ്ങുമ്പം അലീനെ പിടിച്ചെടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് കൃഷ്ണമോൾ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ വന്നിട്ട് ചോദിക്കാൻ, സമയം പോയെന്ന് പറഞ്ഞ ആൾ ഇവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെന്ന് ചോദിക്കണം. അതെ, അലീന ചേച്ചി സമ്മതിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് കഴിക്കുന്നതെന്ന് ബബിത പറയുന്നുണ്ട്. അപ്പോൾ എന്നെങ്കിൽ 2 പിടി എനിക്കും കൂടെ വാരിത്ത, അപ്പോൾ ആ ജോലി അങ്ങ് തീരുമല്ലോ എന്ന് കൃഷ്ണമോളും പറയുന്നുണ്ട്. അങ്ങനെ ബബിത കൃഷ്ണയ്ക്ക് വായി വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അലീനയാണെങ്കിൽ ചായയായിട്ട് വരികയാണ്. രോഹിയെ തിരക്കുന്നുണ്ട് അലീന. അത് മുമ്പ് അലാറം കേൾക്കുന്നത് കേട്ട് ചേച്ചി, പിന്നെ രോഹിയേട്ടന് അനക്കമൊന്നുമില്ലെന്ന് കൃഷ്ണമോൾ പറയുന്നുണ്ട്. എന്നെങ്കിൽ വീണ്ടും കിടന്ന് ഉറങ്ങി കാണുമെന്ന് ബബിതയും പറയുന്നുണ്ട്. അങ്ങനെ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പെട്ടെന്ന് പോവുകയാണ്. ഈ സമയത്ത് രോഹിത്ത് ഇറങ്ങി വരികയാണ്. രോഹിത്ത് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ബബിതയും കൃഷ്ണമോൾ ഇറങ്ങാൻ പോവുകയാണ്. നിങ്ങൾ ഇതുവരെ പോയില്ലേ? അതെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെന്നും പറഞ്ഞ് ഈ അലീന ചേച്ചി ഞങ്ങളിവിടെ പിടിച്ചിരുത്തി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് സമയം പോയതാണെന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടും പെട്ടെന്ന് പോവുകയാണ്. അങ്ങനെ രോഹിത്ത് കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം രോഹിത്തിനോട് അലീന ചോദിക്കുന്നുണ്ട്, നീ ഇന്ന് ഫ്രീ ആണോ? നമുക്ക് ശരണ്യയുടെ വീട്ടിലേക്കൊന്ന് പോയാലോ? ഓക്കെ, പോകാം, എന്നെങ്കിൽ ഇപ്പം തന്നെ പോകാം എന്ന് പറയാണ്. അപ്പോൾ രോഹിത്ത് പറയണം, അയ്യോ ഇന്ന് കോളേജിൽ പോയേ പറ്റത്തുള്ളൂ. ഞാൻ വിചാരിച്ച് കുറച്ച് ലേറ്റായിട്ട് ചേച്ചിക്ക് പോയാൽ മതിയെന്നാണ് വിചാരിച്ചാൽ സമ്മതിച്ചത്. നമുക്ക് നാളെ പോയാലോ എന്ന് രോഹിത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയണം, അത് പറ്റത്തില്ല, ഇന്ന് തന്നെ പോകണം, ഇന്ന് തന്നെ പോയേ പറ്റത്തുള്ളൂ. എന്നാൽ രോഹി പൊക്കോ, ഞാൻ തന്നെ പൊക്കോളാം എന്ന് പറയാണ്. ശരി എന്നും പറഞ്ഞ് അലീന മുറിയിലേക്ക് പോരുമ്പോൾ രോഹിത്ത് പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്, അതെന്താ ചേച്ചി ഇപ്പം ധൃതി പിടിച്ച് ശരണ്യെ കാണാൻ പോകുന്നത്, എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ അവളോട് പറഞ്ഞായിരുന്നു ഇവിടുന്ന് പോകുന്ന കാര്യം, ഫോണിൽ പറഞ്ഞായിരുന്നു, നേരിട്ട് കണ്ടെന്ന് യാത്ര പറയണമെന്ന് തോന്നി, അത് പോകുന്നതെന്ന് അലീന പറയുന്നുണ്ട്. അപ്പോൾ രോഹിത്തിന് നല്ല വിഷമമാകുന്നുണ്ട്. അപ്പം എല്ലാവരോടും പോകാൻ വേണ്ടി യാത്ര പറയുകയാണെന്ന് രോഹിത്തിന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അലീന ശരണ്യയുടെ വീട്ടിലേക്ക് പോകാണ്. വഴി വെച്ച് ഓമനക്കുട്ടനെ കാണുന്നുണ്ട്. അങ്ങനെ ഓമനക്കുട്ടനായിട്ട് പോവുകയാണ്. അപ്പോൾ ഓമനക്കുട്ടൻ ചോദിക്കുന്നുണ്ട്, വീട്ടിലേക്കാണോ ചേച്ചി? അല്ല, ഞാൻ ഷാജിയേട്ടൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറയണം. എന്നെങ്കിൽ ഞാൻ കളിക്കാൻ പോകാമെന്ന് പറഞ്ഞങ്ങ് പോരുമ്പോൾ ഓമനക്കുട്ടനെ പിടിച്ചു നിർത്തി. അങ്ങനെ അലീനയും ഓമനക്കുട്ടനും കൂടെ വീട്ടിലേക്ക് വരികയാണ്. ഈ സമയത്ത് ശരണ്യയുടെ അമ്മ പുറത്ത് തന്നെയുണ്ട്. അപ്പം അലീനയെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അതുപോലെ തന്നെ ശരണ്യ ഓടി വരുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഭയങ്കര സന്തോഷം അലീന ചെന്നതിൽ. അച്ഛൻ എന്തെന്ന് ചോദിക്കണം, സാധാരണ ഈ ഉമ്മറത്ത് കാണുന്നതാണല്ലോ എന്ന് അലീന പറയുന്നുണ്ട്. അച്ഛൻ സംഘം വരെ പോയതാ, ഇപ്പം വരുമെന്ന് ശരണ്യയുടെ അമ്മയും മറുപടി പറയുന്നുണ്ട്. അതിനുശേഷം അലീനയും ശരണ്യയും ഓമനക്കുട്ടനും കൂടി ഇരുന്ന ഫോണിൽ അവർ എറണാകുളത്ത് പോയ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കണം. അപ്പോഴത്തേക്ക് ശരണ്യയുടെ അമ്മ ആഹാരമൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ആഹാരം കഴിക്കുകയാണ്. ഈ സമയത്ത് അലീന പറയുന്നുണ്ട്, ഞാനിപ്പം വന്നത് എല്ലാവരുടെയും യാത്ര പറയാനാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ശരണ്യയ്ക്ക് ഭയങ്കര വിഷമമാകുന്നുണ്ട്. യാത്ര പറയാനാ? ഞാൻ കടപ്പാട്ടൂരിൽ നിന്ന് പോവുകയാണ്, എനിക്ക് വേറൊരു സ്ഥലത്ത് ജോലി റെഡിയായിട്ടുണ്ട്, അച്ഛൻ ശരിയാക്കി തന്നെ. അച്ഛനോ എന്ന് ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്. അതെ, അവിടുത്തെ കുട്ടികളുടെ അച്ഛനെ അച്ഛാന്ന മോള് വിളിക്കുന്നതെന്ന് ശരണ്യയുടെ അമ്മ പറയുന്നുണ്ട്. അതെ, ഞാൻ ഇവിടെയും അച്ഛാന്നല്ലേ വിളിക്കുന്നതെന്ന് അലീന പറയുന്നുണ്ട്. ശരണ്യയുടെ അച്ഛനെയും അച്ഛാന്ന് തന്നെയല്ലേ വിളിക്കുന്നതെന്ന് അലീന ചോദിക്കുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട്, എവിടത്തേക്കാണ് പോകുന്നതെന്ന് ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്. അത്
കുളത്തുപുഴ എവിടെയാണെന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട് ഗോപാലകൃഷ്ണൻ. അതെനിക്കറിയുന്നില്ല, കുറച്ച് ദൂരെയാണ്, കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. അച്ഛനെ എല്ലാം റെഡിയാക്കിയിട്ടേക്കുന്നത്, ഞാൻ ഉടനെ തന്നെ പോകുമെന്ന് പറയാണ്, നാളെ തന്നെ പോകും എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ശരണ്യക്ക് നല്ല വിഷമമാവുന്നുണ്ട്. ശരണ്യ പെട്ടെന്ന് ആഹാരത്തിൻ്റെ മുന്നിൽ നിന്ന് എണീച്ച് സങ്കടത്തോടെ പോരുകയാണ്. എന്താ മോളെ, എന്താ നീ എണീച്ച് പോകുന്നത്, ആഹാരം കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ശരണ്യ കേൾക്കാതെ പോവുകയാണ്. അപ്പം ശരണ്യയുടെ അമ്മ പറയുന്നുണ്ട് അവൾക്ക് നല്ല വിഷമമായെന്ന് തോന്നുന്നു. അങ്ങനെ അലീനെ അവളെ ആശ്വസിപ്പിക്കാൻ ചെല്ലിയാണ്. അപ്പോൾ ശരണ്യ അടുത്ത് പറയുന്നുണ്ട്, മോളൊന്നും കൊണ്ട് വിഷമിക്കേണ്ട, ഞാൻ എന്തായാലും വരും. അപ്പോൾ ശരണ്യ പറയാണ്, ചേച്ചി ഇപ്പം എൻ്റെ അടുത്ത് തന്നെ ഉള്ളതുപോലെ എനിക്ക് തോന്നി, പക്ഷേ ഇനി ചേച്ചി ദൂരോട്ട് പോയി കഴിഞ്ഞാൽ എന്നെ കാണാൻ വരുമോ? ഉറപ്പായിട്ടും കാണാൻ വരും മോളെ കാണാൻ വന്നിരിക്കും, മാസത്തെ ഒരു വട്ടമെങ്കിലും ഞാൻ വന്നിരിക്കും എന്ന് പറയണം. 2 വട്ടം ചേച്ചി എന്നെ കാണാൻ വന്നൂടെ എന്ന് ചോദിക്കണം. അതൊന്നും നമുക്കിപ്പോഴേ പറയാൻ പറ്റത്തില്ല മോളെ, അവിടുത്തെ സാഹചര്യം എന്താണെന്ന് നോക്കിയിട്ട് പറ്റുമെങ്കിൽ മോളെ കാണാൻ 2 വട്ടം ഞാൻ എത്തിയിരിക്കും എന്ന് അലീന ശരണ്യയ്ക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ശരണ്യ അടുത്ത് പറയുന്നുണ്ട്, നീ നന്നായിട്ട് പഠിക്കണം, നിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നിനക്കറിയാലേ, നീ ജയിച്ചാലേ ഞാൻ ജയിച്ചത് മാതിരി ആവത്തുള്ളൂ, ഞാൻ എപ്പോഴും നിന്നോട് പറയുന്ന കാര്യം അത് തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് ശരണ്യെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അലീന.